എന്തല്ലാ എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഈ ആഴ്ച ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ ആയാലോ? വെജിറ്റബിൾ സ്റ്റ്യൂ എന്ന് പറയുമ്പോൾ പണ്ടെല്ലാം പറയുക അതിന് ഇഷ്ടമെന്നാ. പണ്ട് നമ്മളെ വീട്ടിലെല്ലാം സ്ഥിരമായിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുന്നേരം പിന്നെ ഒരു സ്പെഷ്യൽ ഡേയ്സിലെല്ലാം വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയായത്. ഇതുണ്ടാക്കാൻ കുറച്ച് അന്നത്തെ കാലത്ത് കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കുന്ന രീതിയിലൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയുള്ളി, ഒരു ക്യാരറ്റ്, ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചി, 3 4 5 6 വെളുത്തുള്ളി. അത് ആദ്യം ഇടുമ്പം കാണിക്കാൻ വിട്ടുപോയേ, അന്നേരം ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ്, അത് പിന്നെ കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിച്ചിട്ടോളി, അത് കുഴപ്പമില്ല. ബാക്കിയെല്ലാം ഒരു ഏകദേശം ഒരേപോലെ മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ട് ഒറ്റന്നിടുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 3 ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ടാൽ ആ കറക്റ്റ് വൈറ്റ് കളർ നമുക്ക് കിട്ടും. ഒരു കൈപ്പിടി പച്ചപ്പട്ടാണി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഇടുന്നത്. നിങ്ങൾ തലേന്നേ കുതിർത്ത് വെച്ചിട്ട് ഇതിലിട്ട് കൊടുത്താലും മതി കേട്ടോ. മറ്റേ ഉണങ്ങിയ പട്ടാണി അല്ലെങ്കിൽ പിന്നെ 2 ഗ്രാമ്പു, ഒരു പട്ട, ഒരു കഷ്ണം, ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു മൂന്നാം പാലും 2ാം പാലെല്ലാം കൂടിയുള്ള ഒരു 2 കപ്പ്. ആദ്യത്തെ പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിഴിഞ്ഞ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊരു 1/2 കപ്പ്. ഇത് 1 കപ്പുണ്ട്. ഈ 1 കപ്പും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 3 വിസിലാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വെച്ചോളി. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 3 വിസിൽ അതാടുന്ന് വേവട്ടെ. വെന്ത് അതിൻ്റെ വിസിലെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ, എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പേ ഈ ഉരുളക്കിഴങ്ങ് ഒരു 3 4 കഷ്ണം ഒന്ന് മാഷ് ചെയ്ത് കേട്ടോ. കാരണം എന്നാലല്ലേ കറിക്ക് കുറച്ചൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. വെറും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം കറിക്ക് തീരെ കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പട്ട ആ സമയത്ത് എടുത്ത് മാറ്റിയാൽ നല്ലതല്ലേ, പിന്നെ കറിയിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കും. ഗ്രാമ്പൂ എടുത്ത് മാറ്റുന്നത് നല്ലതാണ്, പക്ഷെ ഞാൻ കാണുന്നില്ല. ഇനി ഞാൻ കണ്ട 1/2 കപ്പ് 1ാം പാൽ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ചെറുങ്ങനെ ഒരു തിള വരുന്ന സമയത്ത് ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലേൻ്റെ മണമെല്ലാം അതിൽ നല്ലോണം ഒന്ന് ഇറങ്ങട്ടെ. അപ്പം ഈ സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കാം. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്ക് എരിവ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്, എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുക. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ പണി. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് താളിച്ചൊഴിക്കാം, ഇല്ല വെളിച്ചെണ്ണ നേരിട്ട് പച്ച വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, ഇല്ലാണ്ട് തന്നെ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.